രചന ഗംഗോത്രി. ഭാഗം 55. വിഷ്ണുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. തനിക്കിപ്പോൾ എല്ലാവരും ഉണ്ട്. ഒരു കുടുംബമുണ്ട്, 2 അനിയത്തിമാരുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് വേണം സമാധാനമായി എവിടെയെങ്കിലും പോയി ജീവിക്കാൻ. അവൻ വേഗം റെഡിയായി താഴേക്ക് ചെന്നു. എന്താ ഏട്ടാ, ഏട്ടൻ എന്തെങ്കിലും അസുഖമുണ്ടോ? സാധാരണ ഇത്രയും താമസിക്കാറുള്ളതല്ലല്ലോ. എഴുന്നേക്കാൻ എന്തു പറ്റി? പനി വല്ലതും ഉണ്ടോ? കാവേരി വിഷ്ണുവിന്റെ നെറ്റിയിൽ കൈപ്പത്തി ചേർത്തുകൊണ്ട് ചോദിച്ചു. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ വാ, കഴിക്കാം, വിഷ്ണു അവരോട് പറഞ്ഞു. കാഞ്ചനയുടെ മുഖം അപ്പോഴും ചുവന്നിരുന്നു. അവൾ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കുന്നതേയില്ല. കാഞ്ചന അവന് വിളമ്പിക്കൊടുത്തുകൊണ്ട് അരികിൽ നിൽപ്പുണ്ട്. പെട്ടെന്നാണ് കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കേട്ടത്. എല്ലാവരും നടുക്കത്തോടെ പരസ്പരം നോക്കി. കാവ്യ പെട്ടെന്ന് ജനലിലൂടെ പുറത്തു നിൽക്കുന്നത് ആരാ എന്നറിയാനായി നോക്കി. ജാവേദിനെയും കൂടെ 2 പേരെയും കണ്ടപ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് നിന്നതുപോലെ തോന്നി. അവൾ വേഗം അകത്തേക്ക് ഓടി വന്നു. അപ്പോഴേക്കും വിഷ്ണു കാഞ്ചനയെ പിടിച്ചുകൊണ്ട് തുരങ്കത്തിലേക്ക് ഇറങ്ങിയിരുന്നു. കാവേരി പെട്ടെന്ന് കട്ടിലിൽ വലിച്ചിട്ട് അവിടെ മൂടി. വീണ്ടും നിർത്താതെ ബെൽ മുടങ്ങി. കാവ്യ വേഗം വാതിൽ തുറന്നു. എന്താടി ടാഷ്മോളെ, തുറക്കാൻ എത്ര താമസം? കുഴിമാടത്തിൽ നിന്ന് നീ എഴുന്നേറ്റ് വരികയായിരുന്നോ? ജാവേദ് ചോദിച്ചു. അവൾ ഭയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേ കാവേരി അങ്ങോട്ട് വന്നു. നീയൊന്ന് മിനുങ്ങിയിട്ടുണ്ടല്ലോ, എന്താടി ഇത്ര സന്തോഷം? കാമുകം വല്ലതും വന്നോ? നിന്റെ ചേച്ചി കാഞ്ചന എവിടെ? അവള് പുണ്യാളത്ത് വല്ലതുമായോ? അവൾക്ക് ജോലി ചെയ്യാൻ ഇപ്പോൾ വല്ലാത്ത മടിയാണ്. കൂടുതൽ കളിച്ചാൽ നിങ്ങളുടെ 2ന്റെയും ഉള്ള അവയവങ്ങളെല്ലാം ഞാൻ എടുക്കും. കാവേരി, നാളെ ഞാൻ 10 പേരെ ഇങ്ങോട്ട് അയക്കും. എന്തൊക്കെ എടുക്കണം എന്നുള്ളത് ഞാൻ പറയും. അതിൽ ബ്ലൂ കളർ ടീഷർട്ട് ധരിച്ചവരുടെയാണ് എടുക്കേണ്ടത്. ചുവപ്പ് കളർ ടീഷർട്ട് ധരിച്ചവർക്കാണ് വെക്കേണ്ടത്. ഓരോരുത്തരുടെയും ഫയൽ ഞാൻ അവരവരുടെ കയ്യിൽ കൊടുത്തേക്കാം. അതിൽ അവരുടെ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ, എന്റെ അമ്മ ഇങ്ങോട്ട് വന്നിരുന്നോ? അമ്മ ഈ വഴിക്ക് വന്നതായി എനിക്കൊരു വിവരം കിട്ടി, ജാവേദ് ചോദിച്ചു. വന്നിരുന്നു, ഒരു ദിവസം. വെറുതെ ഞങ്ങളെ കാണാൻ വന്നതാണ്. അങ്ങനെയാ പറഞ്ഞത്. മാഡത്തിന് നല്ല സന്തോഷമായിരുന്നു. കാഞ്ചന ചേച്ചി മരിച്ചതിൽ സങ്കടമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തെ ദേഷ്യത്തിനാണ് കാഞ്ചനയെ കൊല്ലാൻ പറഞ്ഞത് എന്നും പറഞ്ഞു. പാപങ്ങൾക്കൊക്കെ മാപ്പ് പറഞ്ഞു. എന്തെങ്കിലും പുണ്യസ്ഥലത്ത് പോകണമെന്നും പറഞ്ഞു. കാവേരി പറഞ്ഞു. എന്ത്? അമ്മ നിങ്ങളോട് മാപ്പ് ചോദിച്ചെന്നോ? കാഞ്ചനയെ കൊന്നെന്നോ? അമ്മ പുണ്യസ്ഥലങ്ങളിൽ പോകുന്നെന്ന് പറഞ്ഞെന്നോ? ജാവേദ് ഞെട്ടലോടെ ചോദിച്ചു. സത്യം പറയടി, എങ്ങോട്ടാ അമ്മ പോയത്? കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകളും ഒരു പിടി മുന്നിലേക്ക് വന്നു. അവരുടെ മുഖം വല്ലാതെ ഭയപ്പെടുത്തുന്നതായിരുന്നു. അതിലൊരാൾ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു, എങ്ങോട്ടാ മാഡം പോയത്? അവൾ വേദന കൊണ്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ജാവേദ് വീടിനുള്ളിലേക്ക് കയറി ഓരോ മുറിയും പരിശോധിച്ചു. ആരായിരുന്നു ഇവിടെ വന്നപ്പോൾ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നത്? ജാവേദ് ചോദിച്ചു. രാജുവാണ് മാഡത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. വണ്ടി ഓടിച്ചിരുന്നതും അയാളായിരുന്നു, കാവ്യ പറഞ്ഞു. എല്ലാം കൂടി കേട്ടപ്പോൾ അയാളുടെ ദേഷ്യം ഇരട്ടിച്ചു. അയാൾ അവരുടെ കവിളിൽ മാറി മാറി അടിച്ചു. കാവ്യയുടെയും കാവേരിയുടെയും കരച്ചിൽ കാതുകളിൽ പതിഞ്ഞപ്പോൾ വിഷ്ണുവിന് അപ്പോൾ തന്നെ ഇറങ്ങി വന്ന് അയാളെ കൊല്ലാൻ തോന്നി. അയാൾ അതിന് ശ്രമിച്ചതുമാണ്. പക്ഷെ കാഞ്ചന അയാളെ തടഞ്ഞു. ഇപ്പൊ വിഷ്ണുവേട്ടൻ ഇറങ്ങിപ്പോയ നിങ്ങളെ 3 പേരെയും എനിക്ക് നഷ്ടപ്പെടും. വേണ്ട വിഷ്ണുവേട്ടാ, അയാൾ അവരെ കൊല്ലില്ല. അയാൾക്ക് എന്തോ സംശയം തോന്നിയിട്ടാണ് വന്നത്. അവന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ അത്രയും പറഞ്ഞു. അവളുടെ കണ്ണുകളിലെ ഭയം അവനിൽ സങ്കടമുണർത്തി. അവൻ അവളെ ഗാഢമായി ആശ്ലേഷിച്ചു. പെട്ടെന്നുള്ള പിടുത്തമായിരുന്നതിനാൽ അവൾ ഒന്ന് ഞെട്ടി. പിന്നെ തിരിഞ്ഞുകൊണ്ട് അവനെ നോക്കി. അവളുടെ ശരീരം ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ നെറുകയിൽ മെല്ലെ ഉമ്മ വെച്ചു. അവൾ അത് ആസ്വദിക്കും പോലെ കണ്ണുകൾ അടച്ചു. അവളുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ഇനിയും വേണമെന്ന് പറയുന്നത് പോലെ അവന് തോന്നി. അവൻ അവളുടെ 2 കണ്ണുകളിലും ഉമ്മ വെച്ചു. അപ്പോഴേക്കും അവൾ ഒന്നുകൂടി അവനോട് ചേർന്ന് നിന്നു. അപ്പോഴാണ് മുകളിൽ നിന്ന് കട്ടിൽ മാറ്റുന്ന ശബ്ദം കേട്ടത്. 2 പേരും പരസ്പരം വിട്ടുനിന്നു. കാവേരിയും കാവ്യയും കൂടി കൈപിടിച്ച് അവരെ മുകളിലേക്ക് കയറ്റി. അപ്പോഴാണ് അവരുടെ കവിളിലെ പാടുകൾ വിഷ്ണു കണ്ടത്. അവന്റെ നെഞ്ചിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. അവൻ അതിലേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ കാവ്യ ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ അയാളെ നോക്കി കണ്ണടച്ച് കാണിച്ചു.
ഏട്ട വിഷമിക്കേണ്ട, ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. ഇപ്പോ പെട്ടെന്ന് നിങ്ങൾ പുറത്തേക്ക് പോകണ്ട. 2 ദിവസം അയാളുടെ ആളുകൾ ഇവിടെ ഉണ്ടാവും, അയാളുടെ സംശയം തീരുന്നത് വരെ. കാർത്തി ഗംഗയെ കൂട്ടാനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റാണ് എന്നറിഞ്ഞതുകൊണ്ട് അവൻ ആകെ അസ്വസ്ഥനായി. ശിവറാമും അച്ഛമ്മയും കാറിൽ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരും ഗംഗ വരുന്നതിന്റെ സന്തോഷത്തിലാണ്. കാർത്തിയുടെ അസ്വസ്ഥനായുള്ള നടപ്പ് കണ്ടപ്പോൾ അച്ഛമ്മ അവനെ കളിയാക്കി. കാർത്തി, നീ പ്രസവ വാർഡിന് മുമ്പിൽ കാത്തു നിൽക്കുന്നത് പോലെ ഉണ്ടല്ലോ. നീ പേടിക്കണ്ട, 5 മിനിറ്റ് കൂടിയുള്ളൂ, അവളിപ്പോ വരും, അച്ഛമ്മ പറഞ്ഞു. അപ്പോഴാണ് കാർത്തിക്ക് ഒരു കോൾ വന്നത്. ജാവേദിനെ പൂട്ടാനുള്ള പദ്ധതികൾ അവൻ തയ്യാറാക്കിയിരുന്നു. പക്ഷേ അതിനുവേണ്ടി അവന്റെ പക്കൽ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവന്റെ കൂടെയുള്ളവർ ശക്തരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കളിക്കാൻ അവൻ തീരുമാനിച്ചു. കർത്തമ്മ സംസാരിക്കുന്നതായ ഒരു വീഡിയോ അവൻ എടുത്തിരുന്നു. അത് അവന്റെ കൂട്ടുകാരനാണ് എഡിറ്റ് ചെയ്തത്. അതിൽ അവൻ പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം അവർ വിളിച്ചു പറയുന്നുണ്ട്. മാർത്താണ്ഡൻ എന്ന അവന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ വരെ അവൻ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നതുൾപ്പെടെ. കർത്തമ്മയുടെ പേരിൽ തന്നെ അവർ ഒരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയിരുന്നു. ആ വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നറിയിക്കാൻ വേണ്ടിയാണ് കൂട്ടുകാരൻ വിളിച്ചത്. കൂട്ടുകാരനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ആരോ തന്നെ കെട്ടിപ്പിടിക്കുന്നത് കാർത്തി അറിഞ്ഞത്. അവളുടെ ഗന്ധം അവന് പെട്ടെന്ന് മനസ്സിലായി. അവൻ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി. ഒരു കുസൃതി ചിരിയുമായി തന്നെ നോക്കി നിൽക്കുന്ന ഗംഗയുടെ കണ്ണിലേക്ക് അവൻ നോക്കി. അവളെ കണ്ടപ്പോൾ താൻ എയർപോർട്ടിലാണെന്ന് കൂടി അവൻ മറന്നുപോയി. പരിസരം പോലും മറന്ന് അവൻ അവളെ എടുത്തുയർത്തി. തുടരും.